മട്ടന്നൂർ നഗരമധ്യത്തിൽ മാലിന്യം നിറഞ്ഞ കിണർ. മട്ടന്നൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് പോകുന്ന റോഡരികിലെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ കിണറാണ് മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറിയത്. മട്ടന്നൂർ നഗരത്തിലെ ഉപയോഗശൂന്യമായ കിണറിന്റെ ആൾമറ തകരുകയും ഒരു ഭാഗം കാടുമൂടിയ നിലയിലുമാണ്. കിണറിന് സമീപത്തായി വാഹന പാർക്കിംഗുമുണ്ട്. ഉപയോഗശൂന്യമായ കിണർ സ്ഥലമുടമ ശ്രദ്ധിക്കാതെ വന്നതോടെയാണ് മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറിയത്. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളാണ് കിണറിൽ തള്ളിയത്. കിണറിൽ വെള്ളം ഉയർന്നതോടെ മാലിന്യങ്ങൾ മുകളിലെത്തി. മഴക്കാലമായതിനാൽ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കാൻ സാധ്യതയുള്ളപ്പോഴാണ് കിണറിൽ മാലിന്യം കുമിഞ്ഞുകൂടിയിട്ടുള്ളത്. ഇത് കൊതുക് വളർത്തൽ കേന്ദ്രവുമായി മാറിയിരിക്കുകയാണ്. പകർച്ചവ്യാധികൾ തടയാൻ അധികൃതർ കിണറിലെ മാലിന്യം നീക്കം ചെയ്യാനോ കിണർ മൂടാനോ തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഡെങ്കിപ്പനിയും കൊറോണയും സമൂഹത്തിലാകെ പടർന്ന് പിടിക്കുമ്പോഴും ഈ ഒരു അപാകത അല്ലെങ്കിൽ വീഴ്ച നഗരസഭയുടെ ആരോഗ്യ വിഭാഗവും കാണാതെ പോകുന്നു എന്നുള്ളതാണ് പരാമർശിക്കപ്പെടേണ്ട വിഷയം. കിണറിൽ നിറച്ചും മാലിന്യങ്ങൾ നിക്ഷേപിച്ചിരിക്കുന്നു. സ്വകാര്യ വ്യക്തി അറിയണമെന്നില്ല. ആരൊക്കെയോ അദ്ദേഹത്തിൻ്റെ ഔദാര്യത്തിൽ ഇവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മട്ടന്നൂർ ബസ് സ്റ്റാൻഡിലെ ഒരു പ്രധാന വാഹന പാർക്കിംഗ് കേന്ദ്രമായി ഈ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലം മാറുമ്പോഴും ഈ ഒരു കിണർ പലരും നിക്ഷേപ കേന്ദ്രമായി മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറ്റിയിരിക്കുന്നു. ഈ ഒരു കിണർ അടിയന്തിരമായി ശുചീകരിക്കുന്നതിനാവശ്യമായ നടപടികൾ നഗരസഭയുടെ ആരോഗ്യ വിഭാഗം കൈക്കൊള്ളണമെന്നാണ് ഞങ്ങൾക്ക് നാട്ടുകാർക്ക് പറയുവാനുള്ളത്. ന്യൂസ് ബ്യൂറോ, മട്ടന്നൂർ.